Hi all. Today we are going to discuss about inheritance in Java. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഏതാണെന്ന് നോക്കാം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 4 ടോപ്പിക്സ്: വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്, വൈ വി യൂസ് ഇൻഹെറിറ്റൻസ്, ദെൻ സിൻടാക്സ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതായത് എങ്ങനെയാണ് നമ്മൾ ജാവയിൽ കോഡ് ചെയ്യുന്നത്, അതിൻ്റെ സിൻടാക്സും കാര്യങ്ങളും, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അങ്ങനെ ബേസിക് 4 ടോപ്പിക്സ് ആണ്. സോ വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കീ ഫീച്ചറാണ്. നമുക്കൊരു ഏകദേശം 10 ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കീ ഫീച്ചറാണ് നമ്മുടെ ഇൻഹെറിറ്റൻസ് എന്നാൽ. അതെങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ മെക്കാനിസം ഇൻ വിച്ച് വൺ ഒബ്ജക്റ്റ് അക്വയർസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ ഓഫ് എ പാരൻറ്റ് ഒബ്ജക്റ്റ്. അതായത് നമുക്കൊരു പാരൻറ്റ് ഒബ്ജക്റ്റ്, ഇവിടെ ഒബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ക്ലാസ്. നമുക്കറിയാം ക്ലാസ് എന്താണെന്ന്. ക്ലാസ്സിനകത്ത് മെമ്പേഴ്സ് കാണും, അതുപോലെ മെത്തഡ്സ് കാണും. സോ ആ പാരൻറ്റ് ക്ലാസ്സിൽ നിന്നും ക്ലാസ്സിനെ നമുക്ക് വേറൊരു ക്ലാസ്സിന് അക്വയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ബിഹേവിയേഴ്സും എല്ലാം നമുക്ക് ആ ഒരു പുതിയ ക്ലാസ്സിന് എടുക്കാൻ കഴിയും. അക്വയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് കോൾഡ് ആസ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ എങ്ങനെയാണെന്ന് വെച്ചാൽ, കൺസിഡർ എ ക്ലാസ് സേ ഫോർ എക്സാമ്പിൾ ക്ലാസ് എ. ഓക്കെ, അപ്പോൾ ക്ലാസ് എ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. ഇതിൽ നിന്നും നമുക്ക് മൾട്ടിപ്പിൾ ക്ലാസ്സസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ബൈ അക്വയറിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ക്ലാസ് എ. അപ്പം ക്ലാസ് ബി, ക്ലാസ് സി, ഇങ്ങനെ നമുക്ക് എത്ര ക്ലാസ്സസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് ക്രിയേറ്റ് ചെയ്യാന്നല്ല, ഇത് ക്രിയേറ്റ് ചെയ്ത പോലെ നമ്മൾ ക്ലാസ് എഴുതിയതുപോലെ നമുക്ക് വേറെ ക്ലാസ്സസ് എഴുതാം. ആൻഡ് ഓൾസോ these classes can acquire or inherit all the properties or data members or members of class A. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ക്ലാസ്സിലോട്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ക്ലാസ് ബിക്കും ക്ലാസ് സിക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ദ ഐഡിയ ഇസ് ദാറ്റ് യു ക്യാൻ ക്രിയേറ്റ് ന്യൂ ക്ലാസ്സസ് ദാറ്റ് ആർ ബിൽഡ് അപ്പോൺ ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ്. ഇതായിരിക്കും നമ്മുടെ എക്സിസ്റ്റിംഗ് ക്ലാസ്. അതിൽ നിന്നും നമുക്ക് പുതിയ ക്ലാസ്സുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ക്യാൻ യൂസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ക്ലാസ്. അപ്പോൾ ഈ ഇൻഹെറിറ്റ് ചെയ്യുന്നതിനെയാണ്, ഈ പറയുന്ന പ്രോപ്പർട്ടിയാണ് ആക്ച്വലി എന്താ പറയുക, ഈ അക്വയറിംഗ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇത് ശരിക്കും നമ്മളൊരു ലിവിങ് എക്സാമ്പിൾ വെച്ച് പറയുവാണെങ്കിൽ, നമുക്കൊരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പിനെ നമുക്ക് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. എങ്ങനെയാണെന്ന് നോക്കാം. സോ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എന്നാൽ ശരിക്കും ഒരു റിയൽ വേൾഡിൽ നമ്മൾ എങ്ങനെയാണ് ഗ്രാൻഡ് പാരൻസ് ചൈൽഡ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് പോകുന്നത്, അതുപോലെയാണ് ശരിക്കും ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം നമ്മുടെ അച്ഛൻ്റെയും അതുപോലെ തന്നെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മൻ്റെയൊക്കെ സ്വഭാവം നമ്മൾ കൊച്ചുമക്കൾക്ക് കിട്ടാറുണ്ട്. അത് തന്നെയാണ് ആക്ച്വലി ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്, ഇല്ലേ? ഗ്രാൻഡ് പാരൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നാച്ചുറലി പാരൻസിന് വരും. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും നമ്മുടെ ചിൽഡ്രൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാവുക. സോ ദിസ് ഇസ് ആക്ച്വലി കോൾഡ് ആസ് എൻ ഇൻഹെറിറ്റൻസ് ഇൻ എ ലിവിങ് എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് അത് എന്താണ് എന്ന് നമ്മളൊരു എക്സാമ്പിൾ കോട്ട് ചെയ്ത് പറയാം. ഇനി ഈ ഇൻഹെറിറ്റൻസിൻ്റെ ഉപയോഗിക്കുന്ന ടേംസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകളെ നമ്മൾ ബേസ് ക്ലാസ് എന്നാണ് പറയുന്നത്. സോ ഇത് ഒരു ബേസ് ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ്സിനെ നമ്മൾ ബേസ് ക്ലാസ് എന്ന് പറയും. അതിൽ നിന്നും ഡിറൈവ് ചെയ്യപ്പെടുന്ന ക്ലാസ്സുകളെ, അതായത് ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കുന്ന ക്ലാസ്സുകളെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ പാരൻറ്റ് ക്ലാസ്സുകളും ഈ ചൈൽഡ് ക്ലാസ്സുകളും എല്ലാം ഏതിൽ വരും? ഡിറൈവ്ഡ് ക്ലാസ്സസിൽ വരും. ഓക്കെ, പക്ഷേ ചൈൽഡിനെ നോക്കും, ഇവിടെ ചൈൽഡ് 1 ചൈൽഡ് 1 2 1 2 2 ഇങ്ങനെ 4 ചൈൽഡ് ക്ലാസ്സുകളാണുള്ളത്. ഇവരെ വെച്ച് നോക്കുമ്പോൾ ഇത് ഈ പറയുന്ന ക്ലാസ്സിൻ്റെ ബേസ് ക്ലാസ് ആണ്, ഇത് അതിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ് ആണ്. പക്ഷേ ഗ്രാൻഡ് പാരൻറ് എന്ന് പറയുന്ന പാരൻസ് എന്ന് പറയുന്ന ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ബേസ് ക്ലാസ് ആൻഡ് ഓൾ അതർ ക്ലാസ്സസ് ആർ ഇറ്റ്സ് ഡിറൈവ്ഡ് ക്ലാസ്സസ്. ഓക്കെ, സോ ഈ പറയുന്ന ബേസ് ക്ലാസ്സിന് വേറെ പേരുകളുണ്ട്. ബേസ് ക്ലാസ് ഇസ് ഓൾസോ കോൾഡ് ആസ് സൂപ്പർ ക്ലാസ്, പാരന്റ് ക്ലാസ് ഓർ ആൻസിസ്റ്റർ ക്ലാസ്. ഓക്കെ, ബേസ് ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ്സിന്, അതായത് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സിനെ ബേസ് ക്ലാസ് എന്ന് പറയുന്നു. അതിന് വേറെ 3 പേരുകളുണ്ട്: സൂപ്പർ ക്ലാസ്, പാരന്റ് ക്ലാസ് ആൻഡ് ആൻസിസ്റ്റർ ക്ലാസ്. സിമിലർലി നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിന്
നമ്മൾ വിളിക്കുന്ന പേര് സബ് ക്ലാസ്, ചൈൽഡ് ക്ലാസ് or descendant class. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകളെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സൂപ്പർ ക്ലാസ്, സബ് ക്ലാസ് അതിൻ്റെത്, പാരന്റ് ക്ലാസ്, ചൈൽഡ് ക്ലാസ്, ആൻസിസ്റ്റർ ക്ലാസ്, ഡിസെൻഡന്റ് ക്ലാസ്, ഇങ്ങനെയും നമുക്ക് പേരിട്ട് വിളിക്കാം. ബട്ട് ആക്ച്വലി ഇത് ഇൻഹെറിറ്റൻസിൽ നമ്മൾ പൊതുവേ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ക്ലാസ്സും ഡിറൈവ്ഡ് ക്ലാസ്സും ആയിരിക്കും പൊതുവേ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻഹെറിറ്റൻസ് എന്നുള്ളത് ഒരു എക്സാമ്പിൾ വൈസ് നോക്കാം. സി, പേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്ലാസ് ആണ്. ഓക്കെ, ഇത് ബാക്കിയുള്ളതൊന്നും തൽക്കാലം നോക്കണ്ട. പേഴ്സൺ ഇസ് എ ക്ലാസ്. അപ്പോൾ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അപ്പോൾ വ്യക്തിക്ക് പല രീതിയിലാവാം. ഒരു പ്രോഗ്രാമർ ആവാം, പേഴ്സൺ എന്നും ഒരു പ്രോഗ്രാമർ ആവാം. ആ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഡാൻസർ ആകാം, അല്ലെങ്കിൽ ഒരു സിംഗർ ആകാം, ഇല്ലേ? അങ്ങനെ 3 ഞാൻ ക്ലാസ്സുകളെ ഈ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പേഴ്സൺ അതിൽ നിന്ന് പ്രോഗ്രാമർ ആവാം, അയാൾ ഡാൻസർ ആവാം, അല്ലെങ്കിൽ സിംഗർ ആവാം. സി, ഇത് ക്ലാസ് രൂപേണ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സിന് നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് അല്ലെങ്കിൽ നെയിമും ഡെസിഗ്നേഷൻ എന്ന് പറയുന്ന നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, വേരിയബിൾസ് ഉണ്ട്. ആൻഡ് പേഴ്സൺ എന്ന് പറയുന്ന ആൾക്ക് 3 ഫങ്ഷൻസ് ഉണ്ട്. അയാൾ പഠിക്കും, ലേൺ, വാക്ക് ആൻഡ് ഈറ്റ്. ഈ 3 ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇൻഹെറിറ്റൻസ് പറയുന്നത് എന്താണ്? വി ക്യാൻ ഡിറൈവ് classes or new classes from an existing class by acquiring all the properties of that particular base class. Okay, അപ്പോൾ എന്താണ്? പേഴ്സണിൽ നിന്ന് ഞാൻ പ്രോഗ്രാമർ എന്ന് പറയുന്ന ക്ലാസ് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ അക്വയർ ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ക്ലാസ്, എക്സിസ്റ്റിംഗ് ക്ലാസ്, ടു മൈ ഡിറൈവ്ഡ് ക്ലാസ്. അപ്പോൾ എനിക്ക് നെയിമും ഡെസിഗ്നേഷൻ എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി എനിക്ക് ഇതിനകത്തോട്ട് അക്വയർ ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ലേൺ, വാക്ക്, ഈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. Which means that I need not write any coding for with learn, walk, eat again in my derived class. അതാണ് ഉദ്ദേശം. അതായത് ഇതേപോലെ എനിക്ക് വീണ്ടും കോഡ് എഴുതേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ ജസ്റ്റ് കോൾ മൈ ഫംഗ്ഷൻ. ഇപ്പോൾ ഡാൻസർ ആണെങ്കിലും എന്താണ്? നെയിം, ഡെസിഗ്നേഷൻ, ലേൺ, വാക്ക്, കാര്യം ഇത് ഡിറൈവ് ചെയ്തതാണ്. സിംഗർ ആണെങ്കിലും അതേ തന്നെ. ഇനി എനിക്ക് ഇതിനകത്ത് വേണമെങ്കിൽ എനിക്ക് എക്സ്ട്രാ പാരാമീറ്റേഴ്സ് എനിക്ക് ആഡ് ചെയ്യാം. വാട്ട് യു മീൻ ബൈ എക്സ്ട്രാ പാരാമീറ്റേഴ്സ്? എക്സ്ട്രാ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിന് ഇത് പോരാഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രോഗ്രാമറിൽ എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇതിനകത്ത് കുറച്ച് മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം. ഒരു പ്രോഗ്രാമറിനെ സംബന്ധിച്ച് മേ ബി ഒരു കമ്പനി നെയിം ഒരു പാരാമീറ്റർ ആയിരിക്കാം. ആൻഡ് ഓൾസോ ഈ ലേൺ, വാക്ക്, ഈറ്റ് എന്നതിന് പോരാതെ കോഡിങ് മേ ബി ഹിസ് ഫങ്ഷൻ, അല്ലേ? അപ്പോൾ ഡാൻസർ ആണെങ്കിൽ എന്ത് വരും? ഡാൻസറിന് ഇതേപോലെ എക്സ്ട്രാ ഒരു പാരാമീറ്റർ ഞാൻ കൊടുക്കുവാണ്. ഡാൻസർ ആകുമ്പോൾ ഗ്രൂപ്പ്സ് കാണും. അപ്പോൾ ഗ്രൂപ്പ് നെയിം ഒരു പാരാമീറ്റർ ആണ്. അതുപോലെ 3 ഫങ്ഷൻസിൻ്റെ കൂടെ എന്താണ്? ഡാൻസിങ് ആണ് ഡാൻസറിനെ സംബന്ധിച്ച് അയാളുടെ ഫങ്ഷൻ. സിമിലർലി സിംഗർ ആകുമ്പോൾ നമുക്ക് എന്താണ്? സിംഗർ ആക്ച്വലി ബാൻഡൊക്കെ ഉണ്ടാവും. അപ്പോൾ ബാൻഡ് നെയിം, അല്ലേ? ബാൻഡ് നെയിം, സോറി, ഇറ്റ്സ് നോട്ട് എ ഫംഗ്ഷൻ. ബാൻഡ് നെയിം ഒരു പാരാമീറ്റർ കാണും. അതേപോലെ തന്നെ എന്താ? സിംഗിങ് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ. അപ്പം നമുക്ക് എന്താണ്? നമ്മൾ വീണ്ടും നമുക്ക് കോഡ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ആക്ച്വലി ഇല്ല. നമുക്ക് വി ക്യാൻ ജസ്റ്റ് ക്രിയേറ്റ് എ സിംഗിൾ ക്ലാസ് ആൻഡ് വി ക്യാൻ അക്വയർ ഓൾ ദ പ്രോപ്പർട്ടീസ്. ദിസ് ഇസ് ബേസിക്കലി കോൾഡ് ആസ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഹോപ്പ് യു ആർ ക്ലിയർ. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് കോഡിങ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇൻഹെറിറ്റൻസിലോട്ട് പോവാം. ഓക്കെ, സോ വൈ വി യൂസ് ഇൻഹെറിറ്റൻസ്? അപ്പോൾ മെയിൻലി ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കാൻ 2 കാരണങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് ഫോർ കോഡ് റീയൂസബിലിറ്റി. കോഡ് റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കൽ എഴുതിയിട്ടുള്ള കോഡ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനുള്ളത്. തൊട്ട് മുന്നേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. പേഴ്സൺ എന്ന് പറയുന്നതിനകത്ത് 3 ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ലേൺ, വാക്ക് ആൻഡ് ഈറ്റ്, ഇല്ലേ? ഈ പറയുന്ന 3 ഫംഗ്ഷൻസും നമ്മുടെ ബേസ് ക്ലാസ്സിനാണ് ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ഫംഗ്ഷൻസ് ബേസിലാണ് ഞാൻ എഴുതിയിട്ടുള്ളതെങ്കിൽ അതിൽ നിന്നും ഡിറൈവ് ചെയ്യപ്പെടുന്ന ഡിറൈവ്ഡ് ക്ലാസ്സുകൾക്ക് ഈ പറയുന്ന ഫംഗ്ഷൻസ് വീണ്ടും എനിക്ക് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. ഈ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഈ ഫംഗ്ഷനെ കോൾ ചെയ്താൽ തന്നെ എനിക്കിത് കിട്ടും. വെറുതെ ഇത് വീണ്ടും റെപ്പിറ്റേറ്റീവ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. വിച്ച് ഇസ് കോൾഡ് ആസ് കോഡ് റീയൂസബിലിറ്റി. ദ കോഡ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ പാരന്റ് ക്ലാസ് can be
directly accessed by the child class. അതാണ് കോഡ് റീയൂസബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് ഫോർ മെത്തേഡ് ഓവർ റൈഡിങ്. മെത്തേഡ് ഓവർ റൈഡിങ് ഇസ് നത്തിങ് ബട്ട് റൺ ടൈം പോളിമോർഫിസം. മെത്തേഡ് ഓവർ റൈഡിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്ലീസ് റെഫർ മൈ വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാം. സോ ഇറ്റ് ഇസ് ജസ്റ്റ് നത്തിങ് ബട്ട് റൺ ടൈം പോളിമോർഫിസം. അതായത് ഒരു ക്ലാസ് ഉണ്ട്, അതിൻ്റെ ബേസ് ക്ലാസ്സിൻ്റെ കറസ്പോണ്ടിങ് ഡിറൈവ്ഡ് ക്ലാസ്. ഇപ്പോൾ 2 ക്ലാസ്സുകൾക്ക് ഒരേ ഫംഗ്ഷൻ നെയിം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് മെത്തേഡ് ഓവർ റൈഡിങ് പറയുന്നത്. ഓക്കെ, പ്ലീസ് റെഫർ ദാറ്റ് വീഡിയോ, യു വിൽ ബി ക്ലിയർ. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് പൊതുവെ ഉപയോഗിക്കുന്നത് ഇൻ ജാവ. സോ ദ ടേംസ് യൂസ്ഡ് ഇൻ ദ ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കുന്ന 4 ബേസിക് ടേംസ് ആണ് ഇത്. ബേസ് ക്ലാസ്, ഡിറൈവ്ഡ് ക്ലാസ്, ഈസ് എ റിലേഷൻഷിപ്പ്, ആക്സസിബിലിറ്റി. ബേസ് ക്ലാസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ മെയിൻ ക്ലാസ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെ ബേസ് ക്ലാസ് എന്ന് വിളിക്കുന്നു. അതിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ക്ലാസ്സുകളെ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് വിളിക്കുന്നു. ഇനി നെക്സ്റ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. നമ്മുടെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഫീച്ചറിനെ നമ്മളൊരു റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബേസ് ക്ലാസ് ആൻഡ് ദ ഡിറൈവ്ഡ് ക്ലാസ് ഈസ് കോൾഡ് ആസ് ഈസ് എ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഫ്രൂട്ട് എടുക്കുകയാണ്. ഓക്കെ, ഫ്രൂട്ടിൽ നമുക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് വരാം? ഓറഞ്ച് വരാം, മാംഗോ വരാം, ഗ്രേപ്സ് വരാം, എന്തും വരാം. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? ഓറഞ്ച് ഈസ് എ ഫ്രൂട്ട്, ഇല്ലേ? ഓറഞ്ച് ഒരു ഫ്രൂട്ടാണ്. അതേപോലെ മാംഗോ ഈസ് എ ഫ്രൂട്ട്. അപ്പോൾ ഈസ് എ റിലേഷൻഷിപ്പാണ് ആക്ച്വലി ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ഇസ് ആക്സസിബിലിറ്റി. ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബേസിനും ഡിറൈവ്ഡും വെച്ച് തന്നെയാണ് പറയുന്നത്. ഒബ്ജക്റ്റ് ഓഫ് ദ ഡിറൈവ്ഡ് ക്ലാസ് can access members of the base class as well as the derived class. ഈ derived ക്ലാസ്സിന് ഇപ്പം എനിക്കൊരു ബേസ് ക്ലാസ് ഉണ്ട്. എനിക്കൊരു ബേസ് ക്ലാസ് ഉണ്ട്. അതിൽ നിന്നും ഞാൻ കുറേ ഡിറൈവ്ഡ് ക്ലാസ്സുകളെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒബ്ജക്റ്റ്, ഈ പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിന് ഈ ബേസ് ക്ലാസ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വേറെ ഡിറൈവ്ഡ് ക്ലാസ്സസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഡിറൈവ്ഡ് ക്ലാസ്സിന് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം അതിനെയാണ് ആക്സസിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ആക്സസിബിലിറ്റിയും കോഡ് റീയൂസബിലിറ്റിയാണ് നമ്മുടെ ഇൻഹെറിറ്റൻസിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സിൻടാക്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ നമ്മൾ സിൻടാക്സ് എഴുതുന്നത് എങ്ങനെയാണ്? ക്ലാസ് പാരന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് എന്ത് പേരും ആവാം. ഓക്കെ, നമ്മൾ ഇഷ്ടമുള്ള പേര് നമ്മൾ കൊടുക്കാം. ക്ലാസിൻ്റെ നെയിമാണ്. അതിനകത്തുള്ള ഡേറ്റ മെമ്പേഴ്സ്, മെമ്പർ ഫംഗ്ഷൻസ്. അപ്പോൾ ക്ലാസ് ഇവിടെ തുടങ്ങി, ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ് ആണ് ഈ പറയുന്നത്. ക്ലാസ് ചൈൽഡ് എക്സ്റ്റെൻസ് പാരന്റ്. കണ്ടായിരുന്നോ? എക്സ്റ്റെൻസ്. ദിസ് ഇസ് ദ കീവേഡ് യൂസ്ഡ് ഫോർ ഇൻഹെറിറ്റിംഗ് എ പാരന്റ് ക്ലാസ് ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് ചൈൽഡ് ക്ലാസ്. ഇവിടെ ചൈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ ചൈൽഡിന്. എക്സ്റ്റെൻസ് ഇസ് എ കീവേഡ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ഇൻഹെറിറ്റൻസ്. ആൻഡ് പാരന്റ്, ഈ പാരന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്ന പേരാണ് ഈ പാരന്റിൻ്റെ. ഓക്കെ, ഇനി ഇതിനകത്ത് എന്താണ്? ഓൾറെഡി ഇതിനകത്തുള്ള ഡേറ്റ മെമ്പേഴ്സും മെമ്പർ ഫംഗ്ഷൻസും നമ്മളിവിടെ വരുന്നുണ്ട്. അതുകൂടാതെ ഈ ചൈൽഡ് ക്ലാസ് എന്തെങ്കിലും എക്സ്ട്രാ അഡീഷണൽ ഫംഗ്ഷൻസോ മെമ്പേഴ്സോ വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം. ക്ലിയർ? അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലാസ് എ ആണെങ്കിൽ ക്ലാസ് എ ഇസ് എ പാരന്റ് ക്ലാസ്. ക്ലാസ് എ അതിനകത്ത് ഫംഗ്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ക്ലാസ് ബി അതിൻ്റെ ചൈൽഡ് ആണെങ്കിൽ ക്ലാസ് ബി എക്സ്റ്റെൻസ് എ. കണ്ടായിരുന്നോ? ചൈൽഡ് ക്ലാസ് എക്സ്റ്റെൻസ് എ, അതിനകത്തുള്ള മെമ്പേഴ്സ്. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സിൻടാക്സ് പോകുന്നത്. സോ വിൽ ഡിസ്കസ് വിത്ത് ആൻ എക്സാമ്പിൾ. സോ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ആനിമൽ എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ആനിമൽ ഇസ് മൈ ബേസ് ക്ലാസ്. അതിനകത്ത് സ്ട്രിങ് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട് വിച്ച് ഇസ് ഡിക്ലെയർഡ് ആസ് സ്ട്രിങ്. ദെൻ പബ്ലിക് വോയിഡ് ഈറ്റ്. ഇത് ആനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിനകത്തുള്ള ഒരു ഫംഗ്ഷനാണ് ഈറ്റ്. അതിനകത്ത് എന്താണ്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ഐ ക്യാൻ ഈറ്റ്. അതായത് ഐ ക്യാൻ ഈറ്റ് എന്ന് പ്രിന്റ് ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം. സോ എൻ്റെ ബേസ് ക്ലാസ് ആനിമൽ ക്ലാസ്, ഇത് എൻ്റെ ബേസ് ക്ലാസ്. ഓക്കെ, അത് കഴിഞ്ഞ് എൻ്റെ ഡിറൈവ്ഡ് ക്ലാസ് തുടങ്ങുവാണ്. ക്ലാസ് ഡോഗ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ബേസ് ക്ലാസ് ആനിമൽ, ക്ലാസ് ഡോഗ് എൻ്റെ ഡിറൈവ്ഡ് ക്ലാസ് ആണ്. എക്സ്റ്റെൻസ് ആനിമൽ. കണ്ടായിരുന്നു? സോ ആനിമൽ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിൽ നിന്നും ഞാൻ ഡിറൈവ് ചെയ്ത ക്ലാസ് ആണ് ഡോഗ്. ക്ലിയർ? എക്സ്റ്റെൻസ് ആനിമൽ. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞു. പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് ശ്രദ്ധിച്ച് 2 പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എനിക്കുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് മൈ നെയിം ഈസ്. ഇതൊരു പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്ലസ് നെയിം. അതായത് ഈ നെയിം എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇറ്റ്സ് എ വേരിയബിൾ. എവിടെയുള്ള വേരിയബിൾ ആണ് ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ബേസ് ക്ലാസ്സിലെ വേരിയബിൾ ആണ്. ഐ ക്യാൻ ഡയറക്ട്ലി ആക്സസ്
ദ വേരിയബിൾ ഓഫ് ബേസ് ക്ലാസ് ടു മൈ ഡിറൈവ്ഡ് ക്ലാസ്. കണ്ടോ? അപ്പോൾ ഈ നെയിമിനകത്ത് ഒരു വാല്യൂ വരും. ക്ലിയർ? നെക്സ്റ്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഐ ക്യാൻ ബാർക്ക്. ഇത് ജസ്റ്റ് ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്. ഇനിയാണ് എൻ്റെ മെയിൻ ക്ലാസ് വരുന്നത്. എങ്ങനെയാണ് ഇത് തമ്മിൽ ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. മൈ നെയിം ഈസ് നെയിം പ്രിന്റ് ചെയ്യുന്നതും അതേപോലെ ബാർക്കും. ഈ നെയിം എന്ന് പറയുന്ന വേരിയബിൾ ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് ഇൻ ദ ബേസ് ക്ലാസ്. നെക്സ്റ്റ് വി വിൽ ഗോ ടു ദ മെയിൻ ക്ലാസ്. മെയിൻ ക്ലാസ് നമുക്ക് ശ്രദ്ധിക്കാം. സോ ക്ലാസ് മെയിൻ, ഇതിനകത്ത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ഈ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ അറിയാം ഇറ്റ്സ് എ മെയിൻ ക്ലാസ്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഓഫ് സ്ട്രിംഗ് ആർഗ്സ്. അതിനകത്ത് ശ്രദ്ധിച്ച് ഡോഗ് ലാബ് ഈക്വൽ ടു ന്യൂ ഡോഗ്. ഇത് ഒരു ഒബ്ജക്റ്റ് ക്രിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് എൻ്റെ ഡിറൈവ്ഡ് ക്ലാസ് ആയ ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിന് ലാബ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്. ഇനി ലാബ് ഡോട്ട് നെയിം, അപ്പം എനിക്ക് ഈ പറയുന്ന എൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ഐ ക്യാൻ ഈസിലി ആക്സസ് ഓൾ ദ മെമ്പർ ഫങ്ഷൻസ് ആസ് വെൽ ആസ് മെമ്പേഴ്സ് ഓഫ് മൈ ബേസ് ക്ലാസ്. അതായത് ആനിമലിലുള്ള എല്ലാം എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ ലാബ് ഡോട്ട് നെയിം, നെയിം എവിടത്തെയാണ് ആക്ച്വലി? നെയിം എൻ്റെ ബേസ് ക്ലാസ്സിലുള്ളതാണ്. ലാബ് ഡോട്ട് നെയിം ഈക്വൽ ടു ജെറി. അപ്പോൾ എൻ്റെ നെയിം എന്ന് പറയുന്ന വേരിയബിളിനകത്ത് എന്ത് വന്നു? ജെറി എന്ന് പറയുന്ന പേര് വന്നു. ഇനി ലാബ് ഡോട്ട് ഡിസ്പ്ലേ വിളിക്കുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ എൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സിലാണ് വരുന്നത്. സോ ഡിസ്പ്ലേയിലോട്ട് വരും. ഓക്കെ, എന്നിട്ട് മൈ നെയിം ഈസ് എന്തെന്ന് പ്രിന്റ് ചെയ്യും? ഇപ്പം എൻ്റെ നെയിം എന്താണ്? ജെറി. മൈ നെയിം ഈസ് ജെറി എന്നാണ് ആദ്യം പ്രിന്റ് ചെയ്യുന്നത്. സോ മൈ ഔട്ട്പുട്ട് വിൽ ബി, ഔട്ട്പുട്ട് നമുക്ക് എഴുതാം. എൻ്റെ ഔട്ട്പുട്ട് എനിക്ക് എങ്ങനെ എഴുതാം? ലാബ് ഡോട്ട് ഡിസ്പ്ലേ വിളിക്കുമ്പോൾ ഡിസ്പ്ലേ ഫംഗ്ഷനിലോട്ട് വരുന്നു. എന്നിട്ട് പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് മൈ നെയിം ഈസ്, എന്താണ് നെയിമിൽ കിടക്കുന്നത്? ജെറി. ഓക്കെ, ജെറിന്ന് പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് തൊട്ട് താഴത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഐ ക്യാൻ ബാർക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഡിസ്പ്ലേ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എന്തുവാണ് കാണിക്കുന്നത്? ലാബ് ഡോട്ട് ഈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഈ ഈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ച്വലി എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ ബേസ് ക്ലാസ്സിലാണ് കിടക്കുന്നത്. ഈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് ഇറ്റ്സ് ദ ബേസ് ക്ലാസ്. കണ്ടോ? അപ്പോൾ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിലെന്താ പറയുന്നത്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഐ ക്യാൻ ഈറ്റ്. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ ഐ ക്യാൻ ഈറ്റ്. ഐ ക്യാൻ eat. So this is my output. My name is Jerry. I can bar, I can eat. അപ്പം ഇത് രണ്ടും എൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സിലാണ് കിടന്നിരുന്നത്, ഇതെൻ്റെ ബേസ് ക്ലാസ്സിലാണ് കിടന്നിരുന്നത് അല്ലേ? പക്ഷേ ഞാൻ എങ്ങനെയാണ് ആക്സസ് ചെയ്തത്? എൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് ഞാൻ എല്ലാം ആക്സസ് ചെയ്തിരുന്നത്. ദിസ് ഇസ് ഹൗ ഐ ക്യാൻ ഇംപ്ലിമെൻറ്റ് ഇൻഹെറിറ്റൻസ് യൂസിങ് ജാവ. സോ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്പം ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ് റീയൂസബിലിറ്റി ഓഫ് കോഡ്. നേരത്തെ ഞാൻ പറഞ്ഞു കോഡ് റീയൂസബിൾ ചെയ്യാൻ പറ്റും, ഒരു കോഡ് മൾട്ടിപ്പിൾ ടൈംസ് എഴുതേണ്ടി വരില്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ഇസ് ദ ഡിറൈവ്ഡ് ക്ലാസ് എക്സ്റ്റെൻഡ്സ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബേസ് ക്ലാസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ജനറേറ്റ് മോർ ഡോമിനൻറ്റ് ഒബ്ജക്ട്സ്. അപ്പം നമുക്ക് ഡോമിനൻ്റ് നല്ല നല്ല ഒബ്ജക്ട്സിന്, ഡോമിനൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഓരോന്നിനും നമുക്ക് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാതെ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് തന്നെ നമുക്ക് വേറെ വേറെ ബേസ് ക്ലാസ്സുകളിലെ എന്താണ് ബിഹേവിയേഴ്സ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ദാറ്റ് യു മീൻ ബൈ ജനറേറ്റ് മോർ ഡോമിനൻറ്റ് ഒബ്ജക്ട്സ്. ഓക്കെ, ദ തേർഡ് പോയിന്റ് ഈസ് സെയിം ബേസ് ക്ലാസ് ക്യാൻ ബി യൂസ്ഡ് ബൈ എനി നമ്പർ ഓഫ് ഡിറൈവ്ഡ് ക്ലാസ്സസ്. അപ്പം നമുക്ക് ഒറ്റ ബേസ് ക്ലാസ് ഉപയോഗിച്ച് എത്ര ഡിറൈവ്ഡ് ക്ലാസ്സസ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. നമ്മളിപ്പം കഴിഞ്ഞ എക്സാമ്പിളിലെല്ലാം കുറച്ച് എക്സാമ്പിളാണ് വെച്ചത്. ഇപ്പോൾ വെഹിക്കിൾ എന്ന് പറഞ്ഞ ഒരു ബേസ് ക്ലാസ് എടുത്താൽ അതിൽ ഒരുപാട് കാറ്, ട്രക്ക്, അങ്ങനെ ഒരുപാട് വെഹിക്കിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് മീൻ ബൈ സെയിം ബേസ് ക്ലാസ് ക്യാൻ ബി യൂസ്ഡ് ബൈ എനി നമ്പർ ഓഫ് ഡിറൈവ്ഡ് ക്ലാസ്സസ്. അതുകൊണ്ട് തന്നെ ഓൾ ഡിറൈവ്ഡ് ക്ലാസ്സസ് ഹാസ് ദ സെയിം പ്രോപ്പർട്ടീസ് ഓഫ് ബേസ് ക്ലാസ്. നമുക്ക് എത്ര ഡിറൈവ്ഡ് ക്ലാസ്സസിന് ഒരേ പ്രോപ്പർട്ടി, ഇപ്പോൾ 10 ഡിറൈവ്ഡ് ക്ലാസ്സസ് ഉണ്ടെങ്കിൽ ആ 10 എണ്ണത്തിനും കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ അതിനെല്ലാം കൂടി നമുക്ക് ഒരു ബേസ് ക്ലാസ്സിൽ വെച്ചാൽ മതി. ദാറ്റ് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജസ്. ആൻഡ് മോർ ഓവർ നമ്മുടെ മെത്തേഡ് ഓവർ റൈഡിങ്ങും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും. ഓക്കെ, സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻഹെറിറ്റൻസ്. സോ ഡിസഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഇൻഹെറിറ്റൻസ് മേക്സ് പ്രോഗ്രാം മോർ കോംപ്ലെക്സ്. നമുക്കറിയാം ഒരു ബേസ് ക്ലാസ് കാണും, അതിന് ഒത്തിരി ഡിറൈവ്ഡ് ക്ലാസ്സസ് കാണും. അപ്പോൾ ആ ഡിറൈവ്ഡ് ക്ലാസ്സസിൻ്റെ ഒബ്ജക്ട്സ് ഉപയോഗിച്ചായിരിക്കും ഈ ബേസ് ക്ലാസ്സുകളെ ആക്സസ് ചെയ്യപ്പെടുന്നത്. അപ്പം കറക്റ്റ് രീതിയിൽ, നല്ല രീതിയിൽ നമ്മൾ ഇൻഹെറിറ്റൻസ് അവിടെ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദേ മേക്ക് പ്രോഗ്രാം മോർ കോംപ്ലെക്സ്. വലിയ വലിയ പ്രോഗ്രാംസ് വരുമ്പോൾ ചിലപ്പോൾ അത് കോംപ്ലെക്സ് ആയി പോകാം. സോ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇൻവോക്കിംഗ് മെമ്പർ ഫങ്ഷൻസ് യൂസിങ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് മോർ കമ്പൈലർ ഓവർഹെഡ്. ഓക്കെ, അപ്പം മെമ്പർ ഫങ്ഷൻസ് ബേസ് ക്ലാസ്സിൽ ഉണ്ടാകും.
അതിനെ ആക്സസ് ചെയ്യുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സ് ഉപയോഗിച്ചായിരിക്കും. അപ്പം ചിലപ്പം ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒബ്ജക്ട്സ് ഉപയോഗിച്ച് കൃത്യമായി നമ്മൾ മെമ്പർ ഫംഗ്ഷനെ ആക്സസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു കമ്പൈലർ ഓവർഹെഡിന് ഇടയുണ്ടാക്കും. അത് നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോസിൽ പറയും. ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കുമ്പോൾ ക്ലിയർ ആവും എന്താണ് ഈ കമ്പൈലർ ഓവർഹെഡ് ഉണ്ടാകാനുള്ള കാരണമെന്ന്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇൻ ക്ലാസ് ഹൈറാർക്കി വേരിയസ് ഡേറ്റ എലമെൻറ്റ്സ് റിമെയിൻ അൺയൂസ്ഡ്. എന്തുകൊണ്ടെന്നാൽ നമുക്കിപ്പം നമ്മുടെ ബേസ് ക്ലാസ്സിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും. അതായിരിക്കും നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ്സിലോട്ട് എടുത്തിടുന്നത്. ഓക്കെ, പക്ഷേ എല്ലാ ഡിറൈവ്ഡ് ക്ലാസ്സസിനും ഈ പറയുന്ന ബേസ് ക്ലാസ്സിൻ്റെ എല്ലാ കമ്പോണൻസും ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എപ്പോഴൊക്കെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ്സസ് ഉണ്ടാക്കിയെടുക്കുന്നു അപ്പോഴെല്ലാം ഇതിനകത്തുള്ള എല്ലാ കണ്ടൻസും ഇതിനും ആവശ്യം എന്നുള്ള നിലയ്ക്ക് എല്ലാ ഡിറൈവ്ഡ് ക്ലാസ്സസിനും അതിൻ്റേതായിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും ഡ്യൂറിങ് ദി കമ്പൈൽ ടൈം. പക്ഷെ എല്ലാവരും ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഓൾ മെമ്മറി അലോക്കേറ്റഡ് ഈസ് നോട്ട് യൂട്ടിലൈസ്ഡ്. അവിടെ മെമ്മറി അലോക്കേഷൻ ഒരു ഇഷ്യൂ ആയിട്ട് വരും. ആവശ്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്യും? കമ്പൈൽ ടൈമിൽ തന്നെ മെമ്മറി അലോക്കേറ്റ് ചെയ്തത്. ദിസ് ഈസ് വൺ ഓഫ് ദ മേജർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പം പ്രോപ്പറായിട്ട് നമ്മൾ മോണിറ്റർ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ദേ മേ ലീഡ്സ് ടു മെമ്മറി യൂട്ടിലൈസേഷൻ പ്രോബ്ലംസ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി VS Academy for Computer Science സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതാകുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ കിട്ടുന്നതാണ്, നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.